ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാഫോഡിൽസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡുള്ള അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അനന്തപുരം ക്ഷേത്രമെന്നും അറിയപ്പെടാറുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടുവരാം. അനന്തപുരം വരെ നീളുന്ന അതിവിചിത്രമായ ഒരു ഗുഹ ഇവിടെ കാണാം. ഇതിനു പിന്നിലും കഥകളും ഐതിഹ്യങ്ങളും ഏറെയുണ്ട്. പ്രശസ്തനായിരുന്ന വില്യമംഗല സ്വാമികൾ കുറേ കാലം ക്ഷേത്രത്തിൽ ഉപാസിച്ചു വന്നിരുന്നത്രേ. ഒരിക്കൽ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഒരു ബാലൻ ഇവിടെ എത്തി. ഊരും പേരും അറിയാത്ത അവനെ സ്വാമി എല്ലാ കാര്യങ്ങളിലും തൻ്റെ കൂടെ കൂട്ടി. ഒരിക്കൽ സ്വാമി പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ബാലൻ കുസൃതി കാണിക്കുകയുണ്ടായി. പൂജാ സാധനങ്ങളെടുത്ത് പെരുമാറിയ ബാലനെ സ്വാമി വേഗം തള്ളി മാറ്റി. ആ ശക്തിയിൽ ദൂരേക്ക് തെറിച്ചു വീണപ്പോൾ അവിടെ ഒരു ഗുഹ പ്രത്യക്ഷപ്പെട്ടു അത്രേ. ബാലൻ്റെ ദിവ്യത്വം മനസ്സിലാക്കിയ സ്വാമി വേഗം തന്നെ അവൻ്റെ പുറകെ പോയി. എന്നാൽ അവിടെ ബാലനെ കണ്ടില്ല. എന്നു മാത്രമല്ല, മുന്നിൽ ഒരു ഓംകാരത്തിൻ്റെ ഒരു ജ്യോതിർലിംഗമാണ് കണ്ടത്. അതിൻ്റെ പിന്നാലെ പോയ സ്വാമി ഒടുവിൽ എത്തിപ്പെട്ടത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്താണ്. ഇവിടെ എത്തിയപ്പോൾ ബാലൻ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്തപിച്ച സ്വാമിയെ ഭഗവാൻ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ സ്വാമിയും ഭഗവാനും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന സ്ഥലമാണ് അനന്തൻകാട് അഥവാ ഇന്നത്തെ തിരുവനന്തപുരം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭഗവാൻ വിശ്രമിക്കാനായി ഒരുങ്ങിയപ്പോൾ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മുകളിൽ കിടക്കുവാൻ ഭഗവാനോട് അപേക്ഷിക്കുകയും അദ്ദേഹം അത് കൈക്കൊള്ളുകയും ചെയ്തു അത്രേ. അങ്ങനെയാണ് അവിടുത്തെ പ്രതിഷ്ഠ അനന്തശയനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ജലത്താൽ ചുറ്റപ്പെട്ടാണുള്ളത്. യഥാർത്ഥത്തിൽ വലിയ കറുത്ത പാറക്കല്ലിൻ്റെ നടുവിൽ തടാകം നിർമ്മിച്ച് അതിൻ്റെ നടുവിൽ ക്ഷേത്രം സ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തടാകത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകുന്ന സംശയമാണ് തടാകത്തിൻ്റെ ജലനിരപ്പ് ഉയരുമോ എന്നുള്ളത്. എന്നാൽ കാലവർഷം എത്ര കനത്താലും വെള്ളം എത്ര പൊങ്ങിയാലും ഇവിടെ ഒന്നും സംഭവിക്കില്ലത്രേ. തടാകത്തിലെ ജലനിരപ്പ് എന്നും ഒരേ അളവിലായിരിക്കും. ഐതിഹ്യങ്ങൾ കൊണ്ടും കഥകൾ കൊണ്ടും മാത്രം അവസാനിക്കുന്നതല്ല ഇവിടുത്തെ അത്ഭുതങ്ങൾ. സസ്യാഹാരം മാത്രം കഴിച്ച് ക്ഷേത്രക്കുളത്തിൽ ജീവിക്കുന്ന ബബിയ എന്നു പേരായ ഒരു മുതലയാണ് ഇവിടുത്തെ താരം. കുളത്തിനുള്ളിലെ 2 ഗുഹകളിലായാണ് ഈ മുതല വസിക്കുന്നത്. ബബിയയെ കാണാനായി ഞങ്ങൾ 2 മണിക്കൂറിലേറെയായി ഇവിടെ ചിലവഴിച്ചു. അതിനുശേഷം ബബിയയെ കാണാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. കുളത്തിനുള്ളിലെ 2 ഗുഹകളിലായിട്ടാണ് ഈ മുതല വസിക്കുന്നത്. സാധാരണയായി ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് ഇതിൻ്റെ ഭക്ഷണം. ഈ സമയത്ത് മാത്രമേ മുതലയെ നമുക്ക് വെള്ളത്തിന് മുകളിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ബബിയയുടെ കാര്യത്തിലും ഒരു ചരിത്രമുണ്ട്. 1945 ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ താവളമായിരുന്നത്രേ ഈ ക്ഷേത്രം. ക്ഷേത്രക്കുളത്തിലെ മുതലകളുടെ കഥകൾ കേട്ടറിഞ്ഞ സൈന്യത്തിന് അതിനെ നേരിൽ കാണാൻ മോഹമായി. വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക എന്ന ഉദ്ദേശത്തിലായിരുന്നു അവർ അത് ആവശ്യപ്പെട്ടത്. മുതലയെ പരീക്ഷിക്കാനായിട്ട് ക്ഷേത്രക്കുളത്തിൽ ചെന്ന് അവർ ബബിയ എന്ന് വിളിച്ചപ്പോൾ മുതല വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നു അത്രേ. ഇത് കണ്ട സൈനികരിൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ കയ്യിലിരുന്ന തോക്കുപയോഗിച്ച് അതിനെ വെടിവെച്ചു. മുതലയെ വെടിവെച്ചതും സമീപത്തെ മരത്തിൻ്റെ മുകളിൽ നിന്നും ഒരു വിഷജീവി സൈനികൻ്റെ ദേഹത്തേക്ക് പാഞ്ഞുകയറി അയാളെ ആക്രമിക്കുകയും മുതലയോടൊപ്പം സൈനികനും മരിക്കുകയും ചെയ്തു. പിന്നീട് മുതലയെ ഒരു മനുഷ്യനെ സംസ്കരിക്കുന്നത് പോലെ ക്ഷേത്രത്തിന് സമീപം സംസ്കരിച്ചു. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കു ശേഷം മറ്റൊരു മുതല കുളത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആളുകൾ ഇതിനെ ബബിയ എന്ന് തന്നെ വിളിച്ചു പോരുകയും ചെയ്യുന്നു. കഴിഞ്ഞ 60-ലധികം വർഷങ്ങളായി മുതല ഈ കുളത്തിൽ ജീവിക്കുന്നു.
ക്ഷേത്രകുളത്തിലെ ഈ ഗുഹയിലാണ് നമ്മുടെ ബബിയെ കാണാൻ സാധിക്കുന്നത്. ഉച്ചപൂജ സമയത്താണ് നമ്മൾ ബബിയെ കാണാൻ ഇവിടെ വെയിറ്റ് ചെയ്തത്. പൂജാരി നേദ്യമായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നീതിച്ചോറ് വെള്ളത്തിലിട്ടതിന് ശേഷം ബബിയ എന്ന് 2-3 തവണ വിളിച്ചതിന് ശേഷം വെള്ളം ചെറുതായി ഒന്ന് അനക്കി കൊടുക്കാറുണ്ട്. മഴയൊക്കെ മാറി ചെറിയ വെയിലൊക്കെ ആയപ്പോഴത്തേക്കും ബബിയ പതുക്കെ വെള്ളത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എനിക്ക് ഏറെ സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. ഒരുപാട് സമയം ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ബബിയെ കാണാൻ സാധിച്ചതും. അനന്തപുരം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ബബിയുടെ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാവർക്കും നന്ദി.